പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി. ആത്മീയ ജീവിതത്തിലാണെങ്കിലും ബിസിനസ് ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും കൃഷിയിലാണെങ്കിലും എവിടെയാണെങ്കിലും കഠിനാധ്വാനികൾ മാത്രമേ വിജയിക്കത്തുള്ളൂ. അധ്വാനിക്കണം. മണിക്കൂറുകൾ മടുപ്പ് കൂടാതെ നമ്മൾ അധ്വാനിക്കുന്നതിനായിട്ട് മാറണം. ഒരു വലിയ ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാകണം. ഒരു ദൃഢനിശ്ചയമുണ്ടാവണം. നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സുണ്ടാവണം. ചുമ്മാ ജീവിച്ച് ഇവിടെ നിന്ന് കടന്നു പോയാൽ പോരാ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ആകണം, എന്തെങ്കിലുമൊക്കെ നന്മ നമ്മിലൂടെ അനേകർക്ക് ഉണ്ടാവണം എന്നൊക്കെ നമുക്കൊരാഗ്രഹം ഉണ്ടാവണം. ഈ ഒരു കാഴ്ചപ്പാട് ഇല്ലാതെ പോകുന്നതാണ് അനേകർക്ക് വന്നിരിക്കുന്ന അബദ്ധം. പഠിക്കാൻ കഴിവുള്ള എത്രയോ കുട്ടികൾ ബാംഗ്ലൂരൊക്കെ പോയിട്ട് മയക്കുമരുന്നിനും മദ്യത്തിനും പെണ്ണിനും ഒക്കെ അടിമകളാണ് ജീവിതം നഷ്ടപ്പെടുത്തിയവർ. എത്രയോ പിള്ളേരാണ് നശിച്ചിരിക്കുന്നത്. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് മറ്റൊരു വഴിക്കുക. കഴിവുള്ളവരൊക്കെ അനേകർ വഴിതെറ്റിപ്പോയി. അതൊക്കെ തെറ്റായ ഒരു പോക്കാണ്. ഗൈഡൻസ് ഇല്ലാതെ പോയി, അങ്ങനെ തകർന്നു പോയി. ദൈവത്തെ തേടാതെ നമുക്കൊന്നും സ്വന്തമാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ഇനിയും നിങ്ങളുടെ മുൻപിൽ സാധ്യതയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മുൻപിൽ പ്രായമൊന്നും ഇവിടെ വിഷയമല്ലെന്നേ. പ്രായം ഇവിടെ വിഷയമല്ല. ആരും അങ്ങനെ ചിന്തിക്കുക വേണ്ട. എനിക്ക് 65 അല്ലെ 70 ഇനി എന്നെ കൊള്ളാം, നിന്നെ പല കാര്യത്തിനും കൊള്ളാം. ആര് പറഞ്ഞു കൊള്ളത്തില്ലെന്ന്? ആരാ പറഞ്ഞത്? ആദ്യമേ മനസ്സിന് ആ ചിന്തയല്ല കാണണം. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഷുഗർ രോഗിയായി, എനിക്ക് പ്രഷറായി, നടുവേദനയായി, എന്നെ ഒന്നിനും കൊള്ളത്തില്ല. ആദ്യമേ ആ ചിന്ത അങ്ങോട്ട് വിടണം. ഞാൻ രോഗിയാണെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് കളയണം. ഞാൻ പരാജയമാണെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് കളയണം. ഞാൻ വിജയമായിരിക്കും, ഞാൻ വിജയിക്കും, ഞാൻ പരാജയപ്പെടത്തില്ല, ദൈവം എന്നെ അനുഗ്രഹമാക്കും. ഇനിയും എന്നിലൂടെ പല കാര്യങ്ങളും ദൈവത്തിന് ചെയ്യാൻ പറ്റും. ഇനിയും എൻ്റെ സമയം തീർന്നിട്ടില്ല. 70 വയസ്സായ എനിക്കിനിയും അധ്വാനിക്കാൻ സമയമുണ്ട്. ഉയർച്ച പ്രാപിക്കും, അനുഗ്രഹിക്കപ്പെടുമെന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ മതി. ആ മനസ്സിലേക്ക് വന്നാൽ വിജയം ഉറപ്പാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 54:2-3 വചനങ്ങൾ, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതായത് നിന്റെ ചിന്തകൾ വിസ്തൃതമാക്കിക്കൊള്ളുക, അതിൻ്റെ തിരശ്ശീലകൾ വിരിക്കുക, ആവുന്നത്ര കയറുകൾ അയച്ചു നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുക. അതായത് നിന്റെ ചിന്ത ലക്ഷ്യം ഉറപ്പിക്കണം. എന്നിട്ട് കയറുകൾ ആവുന്നത്ര അയച്ചു കൊടുക്കുക. ഇരുവശത്തേക്കും അതിരുഭേദിച്ച് നീ വ്യാപിക്കും. ഇരുവശത്തേക്കും അതിരുഭേദിച്ച് നീ വ്യാപിക്കും. അതായത് വലിയ അളവിൽ നിന്നെ ദൈവം വളർത്തും. അതിരുഭേദിച്ച് നീ വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും. വിജന നഗരങ്ങൾ ജനനിബിഡമാവുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യത്തിലുറപ്പിച്ച് കഠിനാധ്വാനത്തിലേക്കും ദൃഢനിശ്ചയത്തിലേക്കും വന്ന് ഒന്ന് പരിശ്രമിച്ചേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹമായിട്ട് മാറാനായിട്ട് പോകുക. സമയം കടന്നു പോയിട്ടില്ല, ഇനിയും സമയം നമുക്കുണ്ട്. ഹല്ലേലൂയ. നല്ലൊരു തീരുമാനത്തിലേക്ക് വരിക. ദാരിദ്ര്യത്തിൽ കഴിയാൻ ഉള്ളവരല്ല നമ്മൾ. നിങ്ങളെല്ലാവരും ന്യായമായിട്ട് അധ്വാനിച്ച് മക്കൾക്കൊക്കെ സമ്പാദിച്ചു കൊടുക്കണം, മാന്യമായിട്ട് തന്നെ ജീവിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അബ്രഹാം സമ്പന്നനായിരുന്നു, ഇസഹാക്ക് സമ്പന്നനായിരുന്നു, യാക്കോബ് സമ്പന്നനായിരുന്നു, പിന്നെ ജോബ് സമ്പന്നനായിരുന്നു. ഹല്ലേലൂയ. പിന്നെ പുതിയ നിയമത്തിലെ വചനമൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞു. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ദാനിയേൽ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. രാജ്യത്തെ 2ാം ഭരണാധികാരിയായിരുന്നു ദാനിയേൽ. മോശക്കാരനൊന്നുമല്ല. ജോസഫ് ഈജിപ്തിൻ്റെ 2ാമത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറി. വലിയ ആളുകളായിരുന്നേ. അവൻ ഈ വലിയ ചിന്തയിലേക്ക് നിങ്ങൾ വരിക. ഹല്ലേലൂയ. മനസ്സൊന്ന് മാറ്റിക്കേ, മനസ്സിൻ്റെ ചിന്ത തന്നെ ഒന്ന് മാറ്റിക്കേ. അങ്ങനെ മാറ്റി ഈ രാത്രി ഉറങ്ങാത്ത രാത്രിയാവട്ടെ, സ്വപ്നം കാണുന്ന രാത്രിയാവട്ടെ. വെറും സ്വപ്നമല്ല, ജീവിതത്തിൽ വിജയം വരിക്കുന്നതിനെക്കുറിച്ച്, നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ പോരാ, മനസ്സിൽ സ്വീകരിക്കണം, ബുദ്ധിയിൽ സ്വീകരിക്കണം, തലച്ചോറിൽ സ്വീകരിക്കണം. ഇതേക്കുറിച്ച് ചിന്തിക്കണം. ഈ രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ പോയി കിടന്ന് ഉറങ്ങരുത്. പിന്നെന്ത് ചെയ്യണം? ഈ കേട്ട വചനങ്ങൾ ഒന്ന് ധ്യാനിച്ചോണം, ഓർത്തു പോകണം. എന്തൊക്കെയാ എന്നിട്ട് പറയണം, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം ഉയർച്ച പ്രാപിക്കും. മക്കളോട് പറയണം, എൻ്റെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തിക ഉയർച്ച എൻ്റെ കുടുംബത്തിനുണ്ടാകും. എൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കും. ഇതൊക്കെ ഒരു 10-25 പറഞ്ഞിട്ടേ ഇന്ന് കിടക്കാവുള്ളൂ. ഹല്ലേലൂയ. ഇനി ഇത് പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നു രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത് വേറൊരു നിങ്ങളുടെ മനസ്സ് വേറൊരു ലെവലായിരിക്കും. പ്രൈസ് ദ ലോർഡ്.
അപ്പം ഇത് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ആവർത്തിച്ച് നോക്കിയേ, നിങ്ങൾ മൊത്തം മാറും, ചിന്തകൾ മാറും, ഭാവന മാറും, കാഴ്ചപ്പാട്. ഇത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം, ഈ ഒരു ചിന്ത കൊടുക്കണം. ഹല്ലേലൂയ. അപ്പം എങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ മതിയോ? കീറത്തുണി കൊടുത്താൽ മതിയോ? അല്ല, നല്ല മാന്യമായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, നമുക്ക് വേണ്ടി സഹിച്ച് രക്തം ചിന്തിയവൻ, അത്ഭുതങ്ങളുടെ ദൈവം ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നു. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന യേശു നമ്മുടെ പാപങ്ങളും ശാപങ്ങളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും ഏറ്റെടുത്തവനാണ്. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന യേശു എല്ലാ തകർച്ചകളിൽ നിന്ന് നമ്മളെ വിടുവിക്കും. നമ്മുടെ മേൽ പിശാചുട്ടിരിക്കുന്ന സകല ചങ്ങലകളെയും അവിടുന്ന് തകർത്ത് കളയും. പാരമ്പര്യ ബന്ധനങ്ങൾ, പാരമ്പര്യമായ കുടുംബ പ്രശ്നങ്ങൾ, അപകടമരണം, ദുർമരണം, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല, നിരന്തരമുള്ള സാമ്പത്തിക തകർച്ചകൾ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, സഹോദരങ്ങൾ തമ്മിൽ കേസുകൾ, ഒരേ കുടുംബത്തിൽ തന്നെ ആത്മഹത്യകൾ നടക്കുന്നു, ചിലർ വീട് വിട്ടുപോകുന്നു. അങ്ങനെ തകർച്ച പല കുടുംബങ്ങളിലും ശക്തമായിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തെ എല്ലാ ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും തകർച്ചയിൽ നിന്നും യേശു മോചിപ്പിക്കും. ഒരിക്കലും സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ല. കുടുംബത്തിൽ നിരന്തരമായിട്ട് കലഹം, കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ വഴിക്ക്, അങ്ങനെ ഓരോ തരത്തില് തകർച്ചകളിലൂടെ പല വ്യക്തികളും കടന്നു പോവുകയാണ്. നമുക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന് മേൽ പിശാചിട്ട എല്ലാ ചങ്ങലകളും തകർക്കപ്പെടണം. യെശയ്യാ 10:27, അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ജെറമ്യാ 38, അവൻ്റെ കഴുത്തിലെ നുഖങ്ങൾ ഞാൻ തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. സാത്താൻ വെച്ചിരിക്കുന്ന നുഖങ്ങൾ, അവൻ മനുഷ്യനെ മേലിട്ടിരിക്കുന്ന പാപത്തിൻ്റെ ബന്ധനങ്ങളെ യേശു തകർക്കും. കുടുംബപരമായി തുടരുന്ന അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങളെ കർത്താവ് ഈ ആരാധനയെ തകർക്കാൻ പോകുകയാണ്. നമ്മൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കും. നമുക്ക് കരമേറ്റ് പിടിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി, എൻ്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു. യേശു മാത്രമാണ് ഏക ദൈവമെന്ന്, ഏക രക്ഷകനെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു മാത്രമാണ് ഏക രക്ഷകൻ, ലോകരക്ഷകൻ. ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ, പീഡാസഹനത്തിൽ, കുരിശുമരണത്തിൽ, ഉയർപ്പിൽ, വീണ്ടും വരവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ, പരിശുദ്ധ കന്യകാമറിയത്തിൽ, പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഉച്ചത്തിലേറ്റ് പറയുക, പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും ലോകത്തിന്റെ മുഖങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിശാചിനെയും അവന്റെ താല്പര്യങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഞാനോ എന്റെ മാതാപിതാക്കളോ എന്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവരോ ജീവിച്ചു
ജീവിച്ചു മരിച്ചുപോയ പിതാക്കന്മാരോ പൂർവികരോ സാത്താനുമായി എന്തെങ്കിലും ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. സാത്താനേ എന്നെയും എന്റെ കുടുംബത്തെയും വിട്ട് നിത്യ നരകത്തിലേക്ക് പോകുക. യേശുനാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. കുരിശിന്റെ ചുവട്ടിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. കരമേറ്റി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമുയർത്തി യേശുവിന്റെ രക്തത്തെ വിളിച്ച് യേശുവിന്റെ രക്തമേ ആരാധന. യേശുവിന്റെ രക്തമേ ആരാധന. യേശുവിന്റെ രക്തമേ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ രക്തമേ എല്ലാ തിന്മയുടെ ശക്തിയിൽ ഞങ്ങളെ വിടുവിക്കണമേ. യേശുവിന്റെ രക്തമേ ആരാധന. യേശുവിന്റെ രക്തമേ ആരാധന. യേശുവിന്റെ രക്തമേ ആരാധന. സ്വരമുയർത്തി വിളിക്കാമോ? ഒറ്റ വിളിച്ചേ. യേശുവിന്റെ രക്തമേ ആരാധന. യേശുവിന്റെ രക്തമേ ഞങ്ങളെ വിടുവിക്കണമേ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന്. യേശുവിന്റെ രക്തമേ ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. വലതുകരം എത്തിപ്പിടിക്കാം. ഉച്ചത്തിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പാരമ്പര്യ ബന്ധനങ്ങളും എന്നെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പാരമ്പര്യ ശാപങ്ങളും കുടുംബ തകർച്ചകളും എന്നെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ പാപത്തിന്റെ ദുശീലങ്ങൾ എന്നെ വിട്ടുമാറട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബ ബന്ധത്തിലെ തകർച്ചകൾ കുടുംബ കേസുകൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിന്റെ മേൽ പിശാചിട്ടിരിക്കുന്ന ചങ്ങലകൾ യേശുനാമത്തിൽ തകരട്ടെ. പൈശാചിക ശക്തികളെ ദുഷ്ടാരൂപികളെ അശുദ്ധാത്മാക്കളെ നാരകീയ ശക്തികളെ എന്നെയും എന്റെ കുടുംബത്തെയും വിട്ട് നിത്യ നരകത്തിലേക്ക് പോകുക. ഞാനും എന്റെ കുടുംബവും യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. സാത്താനോ അവന്റെ ശക്തികൾക്കോ എന്റെ കുടുംബത്തിന് മേൽ അധികാരമില്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്വരമുയർത്തി വിളിച്ചേ. യേശുവിന്റെ രക്തമേ ആരാധന. യേശുവിന്റെ രക്തമേ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ കുടുംബത്തെ കഴുകണമേ, ഞങ്ങൾക്ക് ദാനവത്തെല്ലാം ഞങ്ങളുടെ രക്തത്താൽ കഴുകണമേ. യേശുവേ ഞങ്ങളുടെ രക്തത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങളുടെ രക്തത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവിന്റെ രക്തമേ ആരാധന. സ്വരമുയർത്തി വിളിച്ചേ, ഹൃദയാന്തരം വിളിച്ചേ. യേശുനാമത്തിന്റെ ശക്തിയിൽ, യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിൽ സഭയോട് ചേർന്ന് എന്റെ ആത്മീയ പിതാക്കന്മാരോട് ചേർന്ന് അപ്പസ്തോലിക അധികാരത്തിൽ പൈശാചിക ശക്തികളെ കുരിശിന്റെ ചുവട്ടിൽ ബന്ധിക്കുന്നു. ദൈവത്തിന്റെ ജനം സ്വതന്ത്രമാവട്ടെ. സാത്താന്റെ ആധിപത്യം തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകളയട്ടെ. പാപദുശീലം വിട്ടുമാറട്ടെ. കുടുംബ ശാപങ്ങൾ വിട്ടുമാറട്ടെ.
യേശുവേ ആരാധന ആരാധന. കരമുയർത്തി സ്തുതിച്ചേ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. സ്വരമുയർത്തി വിളിച്ചേ യേശുവേ. പോരാ ഹൃദയം തുറന്ന് വിളിച്ചേ യേശുവേ യേശുവേ യേശുവേ. ഹൃദയം തുറന്ന് വിളിച്ചേ, വിശ്വാസത്തോടെ വിളിച്ചേ. ഹല്ലേലൂയ. നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കരമുയർത്തി പിടിച്ച്, വലത് കരമുയർത്തി പിടിച്ച് ഏറ്റുപറഞ്ഞ് കണ്ണുകളൊന്നും അടയ്ക്കാമോ? ഉച്ചത്തിൽ ഏറ്റുപറയുക. എന്നെയോ എന്റെ കുടുംബത്തെയോ മാതാപിതാക്കളെ പ്രാർത്ഥിക്കുക. എന്റെ മക്കളെയോ എന്റെ സഹോദരി സഹോദരങ്ങളെയോ ബന്ധുമിത്രാദികളെയോ നശിപ്പിക്കുവാൻ തകർക്കുവാൻ ഏതെങ്കിലും വ്യക്തികൾ മന്ത്രവാദമോ ആഭിചാരകർമ്മങ്ങളോ ക്ഷുദ്രപ്രയോഗങ്ങളോ തിന്മയുടെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൂലം എന്നിലേക്ക് വന്നിരിക്കുന്ന ദുഷ്ടപൈശാചിക ശക്തിയെ പുരുഷന്റെ ചുവട്ടിൽ ബന്ധിക്കുന്നു. ആഭിചാരത്തിന്റെ കെട്ടഴിയട്ടെ. മന്ത്രവാദത്തിന്റെ കെട്ടഴിയട്ടെ. ക്ഷുദ്രപ്രയോഗത്തിന്റെ കെട്ടഴിയട്ടെ. എന്നെ എന്റെ കുടുംബത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികളെ യേശുനാമത്തിൽ തിരുരക്തത്തിന്റെ ശക്തിയാൽ കാൽവരി കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കരമുയർത്തി സ്തുതിച്ചേ യേശുവേ. സ്വരമുയർത്തി വിളിച്ചേ യേശുവേ. പോരാ ഹൃദയം തുറന്ന് വിളിച്ചേ, അതരം തുറന്ന് വിളിച്ചേ യേശുവേ യേശുവേ. കൈതാളമോടെ ഇന്നും കരഘോഷമോടെ കർത്താവിനെ